ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി ദ ലൈഫ് കോച്ച്. നിങ്ങൾ ജീവിതം മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോഴുള്ള ആ മൂഡ് ഓഫ് ആയിട്ടുള്ള സ്ട്രഗിൾസ് ആയിട്ടുള്ള ബോറടിപ്പിക്കുന്ന ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ, ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ, ഇനി മുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കത് കാണാം, നിങ്ങളെ മാറ്റാം. ഞാൻ എന്നെ എങ്ങനെയാണ് മാറ്റിയത് എന്നുള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. അതിനു മുൻപ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നോക്കൂ, ഈ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ജീവിതം നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സ്ട്രെസ്സുകളും അവരുടെ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും ഒക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും കുഴിച്ചുമൂടി മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ഇല്ലാതെയായി വേദന തിന്ന് എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം? ജീവിതം നശിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, ജീവിതം മാറ്റുവാനാണ് ഞാൻ പറയുന്നത്. ജീവിതം മാറണം, ജീവിതം മാറിയേ പറ്റൂ. എങ്ങനെയാണ് ജീവിതം മാറുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓ, ഇങ്ങനെ പോകുന്ന ജീവിതം, ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവുമെന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മാറുക എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ നാട് വിട്ടു പോവുക അല്ലെങ്കിൽ എല്ലാവരും ഒഴിവാക്കി പോവുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫിന് നമ്മൾ തന്നെ വാല്യൂ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വാല്യൂ കൊടുക്കാത്ത കാരണം, മറ്റാരുടെയൊക്കെയോ തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വാല്യൂ കൊടുക്കുന്നത് കാരണമാണ് നമ്മൾക്കൊന്നും ആവാൻ പറ്റാത്തതും നമ്മളുടെ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതും. സോ നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആസ്വാദനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കാരണം ഇപ്പോൾ ആ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യാഗം ചെയ്തു വിചാരിക്കുക. ആ വ്യക്തിയുടെ മനോഭാവം മാറി, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഇല്ല, അതുമല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല എങ്കിൽ പിന്നെയും നിങ്ങൾ അതിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട് എന്താ കാര്യം? പിന്നെയും നിങ്ങൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണോ? അതിലൊരു കാര്യവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, നിങ്ങൾ ആണ് ഈ ജീവിതം ജീവിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കേണ്ട ജീവിതമല്ല. വളരെ ആലോചിച്ച് ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതം എത്ര കണ്ട് മനോഹരമാക്കാമെന്ന് ചിന്തിച്ച് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ലൈഫിനെ മാറ്റുക എന്നുള്ള ഒരു തീരുമാനം ആദ്യം തന്നെ മനസ്സിലേക്ക് എടുക്കുക. കണ്ണാടി ഉണ്ടേ വീട്ടിൽ, കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് പറയുക, ഞാൻ ഇന്ന് മുതൽ എന്നെ മാറ്റാൻ പോകുന്നു, ഇന്ന് മുതൽ ഞാൻ മാറാൻ പോവുകയാണ്. എത്ര കാലമായി നമ്മൾ മറ്റുള്ളവർ മാറാൻ വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷേ അവരൊരിക്കലും മാറില്ല. നമ്മളുടെ മിഥ്യയായ ധാരണയാണത്. ഞാനും കാത്തിരുന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്കൊക്കെ ഒരു മാറ്റമുണ്ടായിരുന്നെങ്കിൽ, അവർ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ ജീവിതമെന്ന് ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ ദിവസങ്ങളുണ്ട്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ ഞാനാണ് മാറേണ്ടത്. ഒരു വ്യക്തി തീർച്ചയായും മാറണമെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായും ട്രാൻസ്ഫർമേഷൻ ആവണമെങ്കിൽ അത് അയാൾ തന്നെ വിചാരിക്കണം. അല്ലാതെ പെട്ടെന്നൊരു ദിവസം പോയി അവരുടെ മുന്നിൽ നിന്നിട്ട് നാളെ മുതൽ നിങ്ങൾ ഇങ്ങനെ ആവണം, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇതല്ല ജീവിതം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയാൽ പോരാ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവരുടെ ഉള്ളിൽ തോന്നുന്ന രീതിയിലല്ലേ അവർ ജീവിക്കുകയുള്ളൂ. ഒരു മനുഷ്യനൊരിക്കലും നമുക്ക് പുതിയ ചിന്താഗതിയൊന്നും ഉണ്ടാക്കി തീർക്കാൻ, അവരുടെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. പകരം നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ മാറിയിട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതല്ലാതെ അവരേനും പോയിട്ട് നിങ്ങളിങ്ങനെ ആവണം എന്നുള്ള റൂൾസ് വെച്ചാൽ അവർ നമ്മളോട് എന്തായാലും പറയുന്ന കാര്യങ്ങൾ നീ ആദ്യം നന്നാവ് എന്നതായിരിക്കും, അല്ലേ? ശരിയാണ്, നീ ആദ്യം നന്നാവ്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാൻ. സോ നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കുന്നതിന് മുൻപ് നിങ്ങളെ നന്നാക്കുക. ഇനി എന്ത് ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. വളരെ ചെറിയ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളത് ഇത്രയും കാലം സ്നേഹിക്കാതെയും ശ്രദ്ധിക്കാതെയും നമ്മൾ നോക്കാതെയും ഒക്കെ ഇരുന്ന് നമ്മളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ചെയ്തുകൊണ്ട് നടന്നത് കാരണമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. സോ നിങ്ങൾ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വയം പറയുക, ഞാൻ ഇന്നു മുതൽ
എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ട്രാൻസ്ഫർമേഷൻ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ ഇനി പിറകോട്ടില്ല, ഞാൻ മുന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇനി മറ്റുള്ളവരുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കില്ല. ഞാൻ എന്തിന് എൻ്റെ ജീവിതം മറ്റുള്ളവർ ഒരിക്കലും മാറാൻ തയ്യാറല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇനിയും ജീവിതം മാറ്റിവെക്കുന്നത്? ഒരിക്കലും മാറാനോ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെ ത്യാഗം ചെയ്യാനോ സഹകരിക്കാനോ തയ്യാറല്ലാത്ത ഒരാൾക്കും വേണ്ടിയും നിങ്ങളും ത്യാഗം ചെയ്യിക്കുകയും ജീവിതം വേസ്റ്റാക്കുകയും ചെയ്യരുത്. എന്നാൽ അവരോട് സഹകരിച്ച് പോകണം എന്നുള്ള ആ ജീവിതം തകർന്നു പോവാതെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, നിങ്ങൾക്കുള്ളിലെ മാറ്റം, നിങ്ങളുടെ ഇന്നർ പവർ നിങ്ങൾ ഉണർത്തുക, നിങ്ങളുടെ സ്ട്രെങ്ത്ത് അറിയുക, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. സോ മറ്റുള്ളവർ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ മാറുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മാറുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് പഴയ ആളല്ല, ഇവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഇവരൊരുപാട് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ താനെ അവരുടെ ലൈഫ് മാറ്റും. അത് ഷുവറാണ്. കാരണം അവർക്ക് മനസ്സിലാവും ഇത്രയും കാലം അവർ പറഞ്ഞിട്ട് നമ്മൾ മാറിയില്ല, ഇനിയെങ്കിലും ഞാൻ എന്നെ സ്വയം മാറ്റട്ടെ, എൻ്റെ മാറ്റം അവർക്ക് സ്വർഗമാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതിലേറെ ബ്യൂട്ടിഫുൾ ആകുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് മാറിക്കൂടാ എന്ന് ചിന്തിക്കും. സോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തി ജീവിതത്തിൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന, പ്രശ്നങ്ങളിലകപ്പെട്ട് ജീവിതം നരകിച്ച് തീർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളെ മാറ്റാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ മാറ്റം ആദ്യം തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ. തുടർന്നുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും പറയണം. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് തുറന്ന് പറയാം, തുറന്ന് പറഞ്ഞോളൂ. ഓക്കെ, കമൻറ്റുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ കമൻറ്റ് ചെയ്യുക. ബൈ.